ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അഹങ്കാരം വിട്ട് നല്ലവനായ ഒരു പുള്ളിമാന്റെ കഥയാണ്. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ പീലു എന്ന പേരുള്ള ഒരു പുള്ളിമാൻ ഉണ്ടായിരുന്നു. അവനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം അവന്റെ ഭംഗിയുള്ള കണ്ണുകളെ പറ്റിയും ദേഹത്തുള്ള വെള്ളപ്പുള്ളികളെ പറ്റിയും അഴകാർന്ന കൊമ്പിനെ പറ്റിയും എപ്പോഴും പ്രശംസിക്കുമായിരുന്നു. അത് കേട്ട് താനാണ് ഏറ്റവും സൗന്ദര്യമുള്ളവനെന്ന് പറഞ്ഞ് പീലു പുള്ളിമാൻ അഹങ്കരിക്കാൻ തുടങ്ങി. അവൻ കാട്ടിലെ മറ്റു മൃഗങ്ങളെയെല്ലാം അവരുടെ സൗന്ദര്യത്തെ ചൊല്ലി കളിയാക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പീലു പുള്ളിമാൻ സന്തോഷത്തോടെ ചാടിത്തുള്ളി കാട്ടിലൂടെ പോകുകയായിരുന്നു. വഴിക്ക് വെച്ച് അവൻ കുഞ്ഞൻ എന്ന ചുണ്ടലിയെ കണ്ടു. പീലുവിനെ കണ്ട സന്തോഷത്തിൽ കുഞ്ഞൻ ചുണ്ടലി അവനോട് ചോദിച്ചു, ഹേയ് പീലു, നീ ഇതെങ്ങോട്ടാ? നീ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. ഇത് കേട്ട് അഹങ്കാരത്തോടെ പീലു മറുപടി പറഞ്ഞു, നീ ആരാണിതൊക്കെ ചോദിക്കാൻ? കറുത്തിരുണ്ട് പൊന്തിയ പല്ലുമായി അവൻ വന്നിരിക്കുന്നു. നിന്നെപ്പോലെ സൗന്ദര്യമില്ലാത്ത ജീവികളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കേട്ട് കുഞ്ഞന് വിഷമമായി. എന്നാലും അവൻ അത് കാണിക്കാതെ വീണ്ടും പീലുവിനോട് പറഞ്ഞു, എല്ലാവരും പറയുന്നത് എത്ര ശരിയാണ്. നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. നിന്റെ ഭംഗിയുള്ള കണ്ണുകളും വെള്ളപ്പുള്ളിയുള്ള രോമക്കുപ്പായവും ചാടിത്തുള്ളിയുള്ള വരവും എല്ലാം കാണാൻ തന്നെ നല്ല ചേലാണ്. ഇത് കേട്ട് വീണ്ടും പീലു അഹങ്കാരത്തോടെ പറഞ്ഞു, എനിക്ക് നിന്നോട് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. അങ്ങനെ പറഞ്ഞു പീലു ഓടിപ്പോയി. ഇത് കണ്ട് കുഞ്ഞന് വളരെ വിഷമമായി. അവനും തന്റെ തീറ്റ തേടി യാത്ര തുടർന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞൻ ചുണ്ടലി ആരോ കരഞ്ഞു നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. അവൻ ശബ്ദം കേട്ടിടത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ ദാ കിടക്കുന്നു വലയിൽ കുടുങ്ങി നമ്മുടെ പീലു സുന്ദരൻ. ഇത് കണ്ട് കുഞ്ഞൻ പീലുവിനോട് ചോദിച്ചു, പീലു, നിനക്കിതെന്തു പറ്റി? പീലു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നമ്മുടെ പുഴയരികിലേക്ക് വെള്ളം കുടിക്കാൻ വരികയായിരുന്നു. ഇവിടെ വേടൻ വല വിരിച്ചത് ഞാൻ കണ്ടില്ല. അറിയാതെ ഞാനതിൽ കുടുങ്ങിപ്പോയി. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, അല്ലെങ്കിൽ വേടൻ എന്നെ കൊല്ലും കുഞ്ഞാ എന്ന് പറഞ്ഞ് പീലു നിലവിളിക്കാൻ തുടങ്ങി. പീലുവിന്റെ കരച്ചിൽ കണ്ട് സങ്കടം വന്ന കുഞ്ഞൻ തന്റെ മൂർച്ചയുള്ള പൊന്തിയ പല്ലുകൾ കൊണ്ട് വല കടിച്ചു മുറിച്ച് പീലുവിനെ രക്ഷപ്പെടുത്തി. പീലുവും കുഞ്ഞനും വേടനില്ലാത്ത സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പീലു പുള്ളിമാൻ കുഞ്ഞൻ ചുണ്ടലിയോട് നന്ദി പറയുകയും നേരത്തെ കളിയാക്കി വിഷമിപ്പിച്ചതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം പീലു ആരെയും കളിയാക്കാതെ നല്ലവനായി ജീവിച്ചു. ഗുണപാഠം: രൂപസൗന്ദര്യമല്ല ഏറ്റവും വലിയ സൗന്ദര്യം. നല്ല മനസ്സും വിനയവുമാണ് യഥാർത്ഥ സൗന്ദര്യം. മറ്റുള്ളവരെ ഒരിക്കലും കളിയാക്കരുത്. കാരണം ചെറുതെന്ന് തോന്നുന്നവർക്കും വലിയ സഹായം ചെയ്യാൻ കഴിയും.